തിരകൾ എണ്ണി എണ്ണി തളരാതെ നിൽക്കുന്ന മഹാമാന്ത്രികനായ നീലക്കടലെ, ഭാർഗവൻ ചേട്ടുവെന്ന എൻ്റെ അച്ഛൻ്റെ ബാക്കി വച്ച കഥനകഥ നിന്നെ സാക്ഷി നിർത്തി പറയാൻ കാലം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. മരിച്ചു കഴിഞ്ഞ സേട്ടുവിനെ കുറിച്ച് പറഞ്ഞിട്ട് ഇനി എന്ത് കാര്യം? ഓരോരുത്തരുടെ അതിമോഹവും ദാഷ്ട്യമാണ് ഈ ദ്വാരകയെ ചുടലപ്പുറമ്പാക്കിയത്. ദ്വാരകയിലെ സ്വത്ത് എത്രയും വേഗം 3 ഭാഗം വെക്കണം. 3 അല്ലല്ലോ 4 അല്ലേ? ഞാൻ കണ്ടതാണല്ലോ വിൽപത്രം. പടിയടച്ച് പിണ്ടം വെച്ചവൾക്ക് ദ്വാരകയിലെ സ്വത്തിന് ഒരവകാശവും. ഒരുത്തനെ സ്വയംവരം ചെയ്തതുകൊണ്ട് അവളുടെ അച്ഛന്റെ സ്വത്ത് കൊടുക്കില്ലെന്ന് പറയാൻ ഇന്ത്യൻ ഭരണഘടനയിൽ വകുപ്പില്ല. എനിക്ക് കിട്ടിയ സർപ്രൈസ് ഒരു പ്രഹരമാണല്ലോ. ഇതെന്നെ കൊല്ലാക്കൊല ചെയ്യുകയാണ്. കഥ വീണ്ടും വഴിമാറി സഞ്ചരിക്കുകയാണല്ലോ അച്ഛ. എന്നെ തോൽപ്പിച്ചു കളഞ്ഞു എന്റെ ഭാര്യ. കർണന്റെ കണക്കറ്റ സ്വത്ത് കണ്ടപ്പോ നീയും മാറി തുടങ്ങി. ഒന്നോർത്താൽ കർണനായിരുന്നു ശരി, അവൻ സത്യസന്ധനായിരുന്നു. കർണനോട് എന്നും അച്ഛന് ഏറെ പ്രിയമായിരുന്നു. എല്ലാവരും കൂടെ ദ്വാരക അടക്കി ഭരിച്ചു. ഞാനൊരു 10 വിടർത്തി ആടാൻ തുടങ്ങി. താനിങ്ങനെ ഒതുങ്ങിക്കൂടിയാ മതിയോ? പുതിയ ചക്രവാളങ്ങൾ കീഴടക്കണ്ടേ? എൻ്റെ ജീവിതാനുഭവങ്ങളാണ് എന്നെ ഈ നിലയിലെത്തിച്ചത്. എൻ്റെ അച്ഛൻ എപ്പോഴും എനിക്കൊരു ചോദ്യചിഹ്നമായിരുന്നു. തന്റെ അച്ഛൻ സമ്പാദിച്ച സ്ഥാവര ജംഗമ വസ്തുക്കളുടെ വില എത്രയാണെന്ന് അറിയാമോ? എന്റെ ആദ്യത്തെ വില്ല് റദ്ദാക്കി കേശവ. അദ്ദേഹം പുതിയ വില്ലെഴുതി സൂക്ഷിച്ചിട്ടുണ്ട്. എന്റെ 4 മക്കൾക്കും തുല്യ അവകാശമുണ്ട് പുതിയ വില്ലിൽ. ഞങ്ങളുടെ അച്ഛൻ്റെ സ്വത്ത് 4 തന്നെ പങ്കുവെക്കണം.